വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. സർക്കാരിന്റെ അതിദാരിദ്ര്യ പദ്ധതി പ്രഥമ പദ്ധതിയായി നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സമഗ്ര വികസനം നടപ്പാക്കും. ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ സഹായ പദ്ധതികളും പരിഗണനയിൽ. മാർച്ച് 31 പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജുകൾ സ്ഥാപിക്കുമെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. പദ്ധതി തുക നടപ്പാക്കുന്ന കാര്യത്തിൽ തൃശൂർ നഗരത്തെ മുൻപന്തിയിൽ എത്തിക്കും. നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഫിറ്റ്നസ് സെന്ററുകൾ സ്ഥാപിക്കുമെന്നും VS പ്രിൻസ് മാധ്യമങ്ങളോട്. സംഘപരിവാറിനെ വിമർശിച്ച് TN പ്രതാപൻ MP. തൃശൂരിൽ സംഘപരിവാർ നുണ ഫാക്ടറി തുറന്നിരിക്കുന്നുവെന്ന് പ്രതാപൻ. സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ നിയമപരമായി തന്നെ നേരിടുമെന്നും TN പ്രതാപൻ. കേരളത്തിലെ ചെറുകിട കരാറുകാർ വൻ ദുരിതത്തിലെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. സർക്കാരിനോട് വിഷയമുന്നയിച്ചിട്ടും പരിഹാരമില്ല. മാർച്ച് 31 സംസ്ഥാന വ്യാപകമായി ധർണ നടത്താൻ തീരുമാനം. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രഥമ പദ്ധതിയായി സർക്കാരിന്റെ അതിദാരിദ്ര്യ പദ്ധതി നടപ്പാക്കുമെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. സംയോജിത പദ്ധതികൾ നടപ്പാക്കുമെന്നും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സമഗ്ര വികസനം നടപ്പാക്കുമെന്നും VS പ്രിൻസ് തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദ പ്രസിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജീവിതത്തിലേക്ക് കൃത്യമായി തിരിച്ചുകൊണ്ടുവരാൻ കഴിയും ഒരു കേസാണ് പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞ് വരുന്നത്. ഇത്തരത്തിൽ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടി ഇടപെടുക എന്നുള്ളത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രധാന ദൗത്യമായിട്ട് നമ്മൾ കാണും. പിന്നെ നമ്മുടെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളുടെ ഒരു പൊതുവായ വളർച്ച, അതിന് ജില്ലാ പഞ്ചായത്ത് വലിയ പിന്തുണയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ തന്നെ എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടും അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം ജില്ലാ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ തൃശൂർ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സൗജന്യ ഫിറ്റ്നസ് സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. മാർച്ച് 31 സ്ത്രീകൾക്ക് വേണ്ടി ഷീ ലോഡ്ജ് തുറന്നു പ്രവർത്തിക്കുമെന്നും VS പ്രിൻസ് പ്രതികരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുള്ള അപവാദ പ്രചരണങ്ങൾ നിയമപരമായി നേരിടുമെന്ന് TN പ്രതാപൻ MP. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംഘപരിവാർ തൃശൂരിൽ നുണ ഫാക്ടറി തുറന്നിരിക്കുകയാണ്. BJPയുടെ ദേശീയ IT സെല്ലിന്റെ നേതൃത്വത്തിൽ അപകടകരമായ വ്യാജ വ്യവഹാര നിർമ്മിതിയാണ് നടക്കുന്നത്. തനിക്കെതിരെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. വ്യക്തിഹത്യയിലൂടെ തെരഞ്ഞെടുപ്പ് നേരിടാമെന്നാണ് അവർ കരുതുന്നത്. ഇതിന് BJP കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും TN പ്രതാപൻ MP പ്രതികരിച്ചു. കേരളത്തിലെ ചെറുകിട കരാറുകാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ധർണ സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ജനുവരി 31 ധർണയും മാർച്ചും നടത്താൻ തീരുമാനമായിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയിൽ റിപ്പയർ പ്രവൃത്തി ചെയ്ത വകയിൽ ചെറുകിട കരാറുകാർക്ക് 14 മാസമായി ബിൽ കുടിശ്ശിക നിലനിൽക്കുന്നു. കൂടാതെ മറ്റു ഹെഡിലും 2 വർഷമായി കുടിശ്ശിക നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പ്രവൃത്തി ഏറ്റെടുക്കുന്നതിനും ഏറ്റെടുത്തവ പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്നില്ല. കൂടാതെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് കേരളമൊഴികെ മറ്റു സംസ്ഥാനങ്ങളിൽ 2023 ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ് പ്രകാരമാണ് നിലനിൽക്കുന്നത്. കേരളത്തിലാണെങ്കിൽ 2018 നിരക്കിലും. ഈ അവഗണനയ്ക്ക് നിരന്തരം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും ഫലം കാണാത്തതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പൂർത്തിയാക്കി സമർപ്പിച്ചതും തയ്യാറാക്കി വരുന്നതുമായ 1000 കോടി രൂപയുടെ ബില്ലുകൾ അടിയന്തരമായും പാസാക്കി നൽകണമെന്നും വാട്ടർ അതോറിറ്റിയിലെ കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്നും DSR 2023 നടപ്പിലാക്കണമെന്നും TWD രജിസ്ട്രേഷൻ പുതുക്കുന്നതിലെ പുതിയ ഉത്തരവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ജനുവരി 31 മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ധർണ ഫലം കണ്ടില്ലെങ്കിൽ തുടർന്നുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കാതെയും ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെയും ശക്തമായ സമരത്തിന് നേതൃത്വം നൽകാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂരിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഇക്കാര്യം അറിയിച്ചത്. പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് VS ജയപ്രകാശൻ, സെക്രട്ടറി
KE പൗലോസ്, ട്രഷറർ KV പൗലോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് G4U. തൃശൂർ പാലപ്പിള്ളിയിൽ യാത്രക്കാരെ ഓടിച്ച് കാട്ടാനക്കൂട്ടം. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിനു സമീപം റോഡിലിറങ്ങിയ കാട്ടാനകളാണ് യാത്രക്കാരെ ഓടിച്ചത്. രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത്. കാട്ടാനകൾ പാഞ്ഞെടുത്തതോടെ വാഹനങ്ങൾ റോഡിൽ ഉപേക്ഷിച്ച് യാത്രക്കാർ ചിതറിയോടുകയായിരുന്നു. വിനോദസഞ്ചാരികളടക്കമുള്ളവർ വാഹനത്തിന്റെ ഹോൺ മുഴക്കിയതിന് പിന്നാലെയാണ് കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. EPF ആൻഡ് ESI സംഘടിപ്പിച്ച നിധി ആപ്കെ നിക്ത് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. HDC മെമ്പർ MR രാജനാണ് ഉദ്ഘാടനം ചെയ്തത്. EPFO എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ റീജിയണൽ കമ്മിറ്റി മെമ്പർ ബിന്നി ഇമ്മട്ടി പരിപാടിയിൽ മുഖ്യാതിഥിയായി. റീജിയണൽ PF കമ്മീഷണർ ധനഞ്ജയ് ഭഗവത്, ESI കോർപ്പറേഷൻ റീജിയണൽ ഡയറക്ടർ ശങ്കർ S, ESI മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ റീമ, എൻഫോഴ്സ്മെന്റ് ഓഫീസർ TK വിജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസന സ്ഥാപനമായ ചുവന്നുമണ്ണ ഗലീലിയൻ സെന്റർ സുറിയാനി ഓർത്തഡോക്സ് സഭാ തലവൻ പരിശുദ്ധ മോറൻമോർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ സന്ദർശിക്കും. പരിപാടിയുടെ ഭാഗമായി പാത്രിയാർക്കിസ് ബാവയ്ക്ക് സ്വീകരണവും പൊതുസമ്മേളനവും ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് സെയിന്റ് ജോസഫ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം പരിശുദ്ധ മോറൻമോർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ നിർവഹിക്കും. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പൊലീത്തയാണ് സ്വാഗതം നിർവഹിക്കുക. ആര്യപ്പാടത്ത് പുതിയതായി സ്ഥാപിച്ച സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് പള്ളിയുടെ വിശുദ്ധ മൂറോൻ അഭിഷേക കൂദാശയും കുർബാനയും പരിശുദ്ധ പാത്രിയാർക്കീസ് മോറൻമോർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിക്കും. തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പൊലീത്തയാണ് സ്വാഗതം നിർവഹിക്കുക. വാർത്താ നേരത്തിലൊരു ഇടവേള. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകളിലേക്ക് വീണ്ടും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ എന്നിവരുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. പഞ്ചായത്ത് രാജ് സംഘടൻ ജില്ലാ പ്രസിഡന്റ് NS വർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ചു. KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടങ്കണ്ടത്ത്, DCC ഭാരവാഹികളായ രാജൻ പല്ലൻ, K അജിത് കുമാർ, ബാബുരാജ്, അഷറഫ്, പൈലപ്പൻ, NA സാബു, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സദസ്സിന്റെ ഭാഗമായി പ്രതികരിച്ച യൂത്ത് കോൺഗ്രസുകാരെ എത്രയോ ആളുകളെയാണ് മാരകമായി തല്ലിച്ചതച്ചത്. ചെടിച്ചട്ടി ഉപയോഗിച്ച്, ഹെൽമറ്റ് ഉപയോഗിച്ച് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലിപ്പൊളിച്ചവർ, പാവപ്പെട്ട പെൺകുട്ടികളെ പോലും മുടി പിടിച്ചു വലിച്ച് ബൂട്ടിട്ട് പോലീസുകാരൻ മുടി ചവിട്ടുന്നത്, കഴിഞ്ഞ ദിവസം ബിലീവേഴ്സ് ആശുപത്രിയിൽ കിടക്കുന്ന സ്പൈനൽ കോഡ് തകർന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ? എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ, കേരളത്തിലെ മുഖ്യമന്ത്രി നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചാൽ. ഫോക്ലോർ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കോൺഗ്രസ് നേതാവ് കൂടിയായ VK സുബ്രനെ അദ്ദേഹത്തിന്റെ നടത്തറയിലെ മുരിയൻകുന്ന് കോളനിയിലെ വസതിയിലെത്തി KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ആദരിച്ചു. മലവാഴിയാട്ടം എന്ന പ്രാചീനമായ മലയാളികളുടെ കലാരൂപത്തെ ഇന്ന് ഹൃദയത്തിലേറ്റി വരും തലമുറയ്ക്ക് പകർന്നു നൽകുന്ന VK സുബ്രനെ ഇനിയും ഏറെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെയെന്നും ഒരുപാട് പുരസ്കാരങ്ങൾക്ക് അർഹനാകാൻ സാധിക്കട്ടെയെന്നും VT ബൽറാം ആശംസിച്ചു. നടത്തറയിലെ കോൺഗ്രസ് നേതാക്കളായ KN വിജയകുമാർ, ML ബേബി, ബിന്ദു കാട്ടുങ്ങൽ, ജേക്കബ് പോൾ, ജിത്ത് ചാക്കോ, ES അനിരുദ്ധൻ, ശിവദാസൻ, അനിൽ പൂച്ചട്ടി, റോണി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് ആർത്താറ്റെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ട ആന വിരണ്ടോടി. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം ആർത്താറ്റെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കെട്ടിയിട്ട ആനയ്ക്ക് വെള്ളം നൽകുന്നതിനിടെ ആനയുടെ മുൻപിലെത്തിയ പോത്തിനെ കണ്ട് ഭയന്നാണ് ആന ഓടിയതെന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് 1 കിലോമീറ്ററിലധികം ഓടിയ ആന പനങ്ങായി കയറ്റത്തിനു സമീപത്തെ പാടത്ത് നിലയുറപ്പിച്ചു. തുടർന്ന് പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ ആനയെ തളയ്ക്കുകയായിരുന്നു. കവുങ്ങിൻ തോട്ടത്തിലൂടെയും ഇരുമ്പ് ഷീറ്റുകൾക്കിടയിലൂടെയും ഓടിയ ആനയുടെ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആന വരുന്നത് കണ്ട വഴിയാത്രക്കാരും നാട്ടുകാരും ഭയന്നോടി. വടക്കാഞ്ചേരിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. കാഞ്ഞിരക്കോട് സെന്ററിലാണ് അപകടമുണ്ടായത്. ആളപായമില്ല. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ
വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ പുറകിൽ സമാന ദിശയിൽ സഞ്ചരിച്ച കാർ ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം വിവിധ പരിപാടികളോടെ നടന്നു. ആര്യമ്പാടം പകൽ വീട്ടിൽ നടന്ന പൊതുയോഗം KSSPU ജില്ലാ സെക്രട്ടറി A. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം TT ബേബിയെ യോഗത്തിൽ ആദരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി, സെക്രട്ടറി PK സജീവൻ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും യോഗത്തിന്റെ ഭാഗമായി നടന്നു. അറ്റകുറ്റപ്പണികൾ. തൃശൂർ നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. PT തൃശൂർ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഫെബ്രുവരി 1, 2 തീയതികളിൽ തൃശൂർ ടൗൺ, പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം, തിരുവമ്പാടി, കിഴക്കുംപാട്ടുകര, ചേലക്കോട്ടുകര, കുരിയച്ചിറ എന്നീ ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ജലവിതരണം ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വയനാട് കൊളകപ്പാറയിൽ കൂട്ടിലായ കടുവയെ വനം വകുപ്പ് തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. വയനാട് കുപ്പാടി പരിചരണ കേന്ദ്രത്തിലെ സ്ഥലപരിമിതി മൂലമാണ് കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് സൗത്ത് വയനാട് 9-ാമന് പുനരധിവാസം ഒരുക്കിയിരിക്കുന്നത്. രുദ്രയ്ക്ക് കൂട്ടായിട്ടാണ് WYS 9-ാമനെ തൃശൂരിലേക്ക് മാറ്റിയത്. ഇനിയുള്ള കാലം പാർക്കിൽ ചെലവഴിക്കാം. കടുവയ്ക്ക് കൈക്ക് പരിക്കുണ്ട്. അതുപോലെ ഒരു പല്ല് കൊഴിഞ്ഞുപോയിട്ടുമുണ്ട്. മതിയായ ചികിത്സയ്ക്ക് ക്രമീകരണം ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. മുടക്കൊല്ലിയിൽ നിന്ന് പിടിച്ച ആളെക്കൊല്ലി കടുവയ്ക്ക് പിന്നാലെയാണ് WYS 9-ാമനും തൃശൂരിൽ എത്തുന്നത്. വയനാട്ടിലെ കൊളകപ്പാറ ചൂരിമല എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരുന്നു കടുവ കുടുങ്ങിയത്. 3 മാസത്തിനിടെ പ്രദേശത്തെ 4 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. ഇതോടെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. കാലിന് പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഗാന്ധിജിയിൽ നിന്ന് അകലുന്നതാണ് രാജ്യത്ത് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലോക നേതാവ് ഗാന്ധിജിയാണെന്നും തേറമ്പിൽ പറഞ്ഞു. സത്യസന്ധത, അഹിംസ തുടങ്ങിയ മാനവിക ഗുണങ്ങളുടെ കേദാരമായിരുന്നു അദ്ദേഹമെന്നും തേറമ്പിൽ പറഞ്ഞു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ദർശനങ്ങൾ ഇന്നത്തെ ഇന്ത്യയിൽ എന്ന വിഷയത്തെ അധികരിച്ച് നടത്തിയ ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ VA വർഗീസ് അധ്യക്ഷത വഹിച്ചു. ദൂരദർശൻ കേന്ദ്ര മുൻ ഡയറക്ടറും ഗാന്ധിജിയെക്കുറിച്ചുള്ള സിനിമയുടെ സംവിധായകനുമായ ഡോക്ടർ CK തോമസ് മുഖ്യപ്രസംഗം നടത്തി. വൈസ് പ്രസിഡന്റുമാരായ PK ജിനൻ, VK ജയരാജൻ, അഡ്വക്കേറ്റ് രാജീവൻ, സെക്രട്ടറി അഖിൽ S നായർ, പ്രൊഫസർ US മോഹനൻ, PK രാധാകൃഷ്ണൻ, VM രാജേഷ്, ശശിധരൻ വൈലത്തൂർ, PR സത്യനാഥൻ, അഡ്വക്കേറ്റ് ലൈല പാറേങ്ങാട്ടിൽ, CC ജോസ്, വിൽസൺ പള്ളിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക് വീണ്ടും. അത്താണി സെന്ററിൽ പാതയോരത്തെ പറമ്പിലുണ്ടായ അഗ്നിബാധ പരിഭ്രാന്തി പരത്തി. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയോട് ചേർന്നുള്ള പറമ്പിലെ അടിക്കാടുകൾക്കും മറ്റും തീ പടർന്നതാണ് പരിഭ്രാന്തിക്കിടയാക്കിയത്. നാട്ടുകാരാണ് സംഭവം ആദ്യം കണ്ടത്. വൻതോതിൽ പുക സംസ്ഥാന പാതയിലേക്കും നിറഞ്ഞതോടെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഡിവിഷൻ കൌൺസിലർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. രണ്ടാം പിണറായി സർക്കാർ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയ വിതരണം എന്ന ചരിത്രം ഫെബ്രുവരി മാസത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി K. രാജൻ. മുളയം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി മാസത്തിൽ പട്ടയ വിതരണത്തിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 30,000 പട്ടയങ്ങൾ കൂടി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വനഭൂമി പട്ടയ പ്രശ്നത്തെ ലഘൂകരിക്കാൻ സാധിച്ചതും സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിൽ ഒന്നാണ്. 2.5 വർഷത്തിനുള്ളിൽ തൃശൂർ ജില്ലയിൽ 2000-ഓളം വനഭൂമി പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചതും ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി പറഞ്ഞു. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ തള്ളിയ തൃശൂർ ജില്ലയിലെ 4500-ലേറെ അപേക്ഷകളിന്മേൽ വീണ്ടും സർവേ നടത്തി പരിവേഷ് പോർട്ടലിൽ ഫെബ്രുവരി 15-നകം ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാം സ്മാർട്ടായി മാറുന്ന ഒരു വില്ലേജ് ഓഫീസ് എന്ന തരത്തിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു. ജില്ലാ കളക്ടർ ശ്രദ്ധിച്ചു കാണും. ഇവിടുത്തെ മുളയം വില്ലേജ് ഓഫീസിന് ആവശ്യമായ സ്ഥലം സംഭാവന ചെയ്തത്
ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ടവനായ ഈ പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ നേതൃത്വപരമായ പങ്കുവച്ച അബുവാട്ടനും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ്. ഞാൻ കേരള ഗവൺമെന്റിന് വേണ്ടി, റവന്യൂ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി നന്ദി. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കമായി. സാറ ജോസഫ് ഫെസ്റ്റിവൽ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാജ്യമെമ്പാടും ഹിന്ദുത്വവൽക്കരണമാണ് നടക്കുന്നത് എന്നും മോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് ഫാസിസ്റ്റ് വൽക്കരണമാണെന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രകാശ് രാജ് പറഞ്ഞു. They are asking about jobs. They are asking about Manipur. They are making a poster that PM is missing. This is the narrative we have to start, because this is the narrative. Look how they change their narrative. So it is very important with every narrative we do. So today let us make it important. We have no time for words. Today we have reached a situation when you see a saffron flag, you are afraid. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രഥമ പദ്ധതിയായി നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സമഗ്ര വികസനം നടപ്പാക്കും. ക്യാൻസർ രോഗികൾക്ക് ആവശ്യമായ സഹായ പദ്ധതികളും പരിഗണനയിൽ. മാർച്ച് 31-ന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ ഷീ ലോഡ്ജുകൾ സ്ഥാപിക്കുമെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. പദ്ധതി തുക നടപ്പാക്കുന്ന കാര്യത്തിൽ തൃശൂർ നഗരത്തെ മുൻപന്തിയിൽ എത്തിക്കും. നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഫിറ്റ്നസ് സെന്റർ സ്ഥാപിക്കുമെന്നും VS പ്രിൻസ് മാധ്യമങ്ങളോട്. സംഘപരിവാറിനെ വിമർശിച്ച് TN പ്രതാപൻ MP. തൃശൂരിൽ സംഘപരിവാർ നുണ ഫാക്ടറി തുറന്നിരിക്കുന്നുവെന്ന് പ്രതാപൻ. സാമൂഹ്യമാധ്യമങ്ങളിൽ സംഘപരിവാർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളെ നിയമപരമായി തന്നെ നേരിടുമെന്നും TN പ്രതാപൻ. കേരളത്തിലെ ചെറുകിട കരാറുകാർ വൻ ദുരിതത്തിലെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. സർക്കാരിനോട് വിഷയമുന്നയിച്ചിട്ടും പരിഹാരമില്ല. മാർച്ച് 31-ന് സംസ്ഥാന വ്യാപകമായി ധർണ നടത്താൻ തീരുമാനം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.